പൈസ കിട്ടിയിട്ടുണ്ട്. തമാശയൊക്കെ ഉണ്ട്, സീരിയസ് ഉണ്ടല്ല. തീർച്ചയായും ഇതിനകത്ത് പെർഫോമൻസ് ആത്മാർത്ഥമായിട്ട് പറയാം, അടിപൊളിയാണ്. എല്ലാ സിനിമയിലും നൽകിയ പീരാണ് നല്ല സിനിമ. എൻ്റെ നാട്ടുകാരനാണ് ഡയറക്ടർ. അതെ, ഇടയ്ക്കേക്കര പുതിയ മോറ്റിയാണ് എടുത്തത്. നല്ലൊരു മൂവി. വിൻസി, എല്ലാവരും പറയുന്നത് വിൻസി തകർത്താടിയെന്ന് പറയണേ ക്ലൈമാക്സ് മൊത്തം. അത് ശരിക്കും പ്രേക്ഷകരോടെ മിസ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? എനിക്കത് അങ്ങനെ ചോദിച്ചാൽ അറിയത്തില്ല. ഫസ്റ്റ് ടൈം ഒരു ത്രൂ ഔട്ട് കോമഡി റോളെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ചെയ്തൊരു ക്യാരക്ടറാണ്. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ എനിക്ക് തന്നെയാണത് പണി കിട്ടുക. അപ്പം വർക്കൗട്ട് ആവണേ എന്നുള്ള പ്രാർത്ഥന മാത്രമല്ല, എനിക്ക് ഓഡിയൻസിൻ്റെ കൂടെ കണ്ട് കളക്റ്റീവായിട്ട് കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു റെസ്പോൺസ് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം കുറേ പേര് പറയുന്നു വർക്കൗട്ട് ആവുന്നുണ്ടെന്ന്, അങ്ങനെ പറഞ്ഞു കേട്ടതിൽ സന്തോഷം. ഇതിൻ്റെ ഒരു മീറ്ററിങ് ഉണ്ടല്ലോ, എപ്പോഴും സ്ക്രിപ്റ്റ് ഭയങ്കര സ്ക്രിപ്റ്റഡ് ആയിരുന്നു പറഞ്ഞു, ഒരു ഡയലോഗ് പോലും അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു മീറ്റർ ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ തമാശ ചിലപ്പോൾ വർക്കാവുന്നില്ല. അതെനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ ഞാൻ ഡബിങ് ടൈമിൽ കുറച്ച് ഏരിയസ് കണ്ടപ്പോൾ ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ എനിക്കും ഞാൻ കുറച്ച് ഓവറായിട്ടുണ്ടോ എന്ന് തോന്നിയ സീനുകളുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. ആൾക്കാർക്ക് അതെങ്ങനെ വർക്കൗട്ട് ആയോ ഇല്ലയോ എന്നുള്ളത് അതുകൊണ്ട് അറിയത്തില്ല. ഇതിപ്പം ഇതുപോലെ ഇവിടെയൊക്കെ വരുമ്പം കിട്ടുന്നുണ്ട്, പക്ഷേ ഭയങ്കര എല്ലായിടത്തൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് ഡേ അല്ലേ, നമുക്കൊരു 2 days ഒക്കെ വെയിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പം അറിയാൻ പറ്റുക. ഒരു ചേഞ്ച് കാണിക്കാൻ പറ്റിയൊരു സിനിമയായിരുന്നു. ലുക്ക് വൈസ് ആണെങ്കിലും ക്യാരക്ടർ വൈസ് ആണെങ്കിലും കോമഡി റോള് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം അങ്ങനൊരു ഇതുവരെ സീരിയസ് റോൾസിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടൊരു ത്രൂ ഔട്ട് ലുക്ക് വൈസും കുറച്ച് നാടൻ ക്യാരക്ടേഴ്സിൽ നിന്നും മാറി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആയിരുന്നു. അത് വർക്കൗട്ട് ആയാൽ എനിക്ക് കൊള്ളാം. അടിപൊളിയായിരുന്നു. നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് ഇംപ്രവൈസ് ചെയ്യാനും ആക്ട് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തൊരു, ഇൻഹിബിഷൻസ് ഒന്നും ഇല്ലാതെ ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ്, ഒരു ആർട്ടിസ്റ്റാണ്. ഫാമിലി എൻ്റർടൈനർ കൂടിയാണ്. യെസ്, ഫാമിലിയാണ് മെയിൻലി ഇതിലോട്ട് ഈ മൂവി കാണാൻ വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലി സബ്ജക്റ്റാണ് പറയുന്നത്, ഒരു ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്നൊരു സബ്ജക്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ടുള്ള ആളുകളായിരിക്കാം ഇത് ഏറ്റെടുക്കുക എന്ന് എനിക്ക് തോന്നുന്നു. എന്തോ ഇല്ല, റാഗിങ് അങ്ങനെ അനുഭവിച്ചിട്ടില്ല. നമ്മുടെ കോളേജ് എന്ന് പറയുന്നത് ഞാൻ ചേരുന്ന കാലത്ത് ആർക്കിടെക്ചറാണ്, അപ്പോൾ കുറച്ച് ലിമിറ്റഡ് സ്റ്റുഡൻസ് ആയിരുന്നു. അവർ തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് റാഗിങ് അങ്ങനത്തെ പരിപാടികളൊന്നും കിട്ടിയിട്ടില്ല, കൊടുത്തിട്ടുമില്ല. താങ്ക് യു.